വിവേചനത്തിന് ദൈവശാസ്ത്രപരമായ അടിത്തറയുള്ള ഒരു അപൂർവ വിവേചന പദ്ധതിയാണ് ജാതീയത എന്നുള്ളതാണ്. അത് നമ്മൾ കാണണം. ശ്രുതികളുടെയും സ്മൃതികളുടെയും പിന്തുണയിൽ എൻഡോഴ്സ്മെൻ്റ് ഉണ്ട് അതിനെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ജാതിക്കെതിരായുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഏറ്റവും എന്താ പറയുക പ്രഹരശേഷിയുള്ള സാഹിത്യം എന്ന് പറയുന്നത് അംബേദ്കറുടെ അനൈലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകമാണ്. ആ പുസ്തകം രചിക്കപ്പെടാനിടയായ ഒരു പശ്ചാത്തലം മനസ്സിലാക്കണം. 1936 ആ പുസ്തകം ഇറങ്ങുന്നത്. ആ പുസ്തകം എന്താണെന്ന് പറയുക, 1936 ഒരു ലാഹോറിലുള്ള സംഘടന ജാട്ട് പാട്ട് തോടക് മണ്ഡൽ എന്ന് പറഞ്ഞിട്ടൊരു സംഘടന. ആ സംഘടന അടിസ്ഥാനപരമായി ഒരു ജാതി വിരുദ്ധ സംഘടനയാണ്, ഒരു റിഫോമിസ്റ്റ് ഓർഗനൈസേഷനാണ്. ജാതീയത അവസാനിപ്പിക്കുക എന്നത് നിലപാടായി സ്വീകരിച്ച ഒരു സംഘടന ജാട്ട് പാട്ട് തോടക് മണ്ഡൽ എന്ന് പറയുന്ന സംഘടന. അവരുടെ സമ്മേളനത്തിലേക്ക് അംബേദ്കറെ ക്ഷണിക്കുകയാണ്. ആ സമ്മേളനത്തിൽ അദ്ദേഹം നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രഭാഷണം അതിൻ്റെ കരട് അദ്ദേഹം നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് സംഘാടകർക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, അയ്യോ ഈ പ്രഭാഷണം ഇവിടെ നടത്താൻ പറ്റില്ല. അപ്പോൾ ആ പ്രഭാഷണം നടത്താൻ പറ്റില്ലെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ക്ഷണം, അദ്ദേഹം അത് നടത്താൻ പറ്റില്ല, ഞാൻ വരുന്നില്ലെന്ന് പറയുന്നു. അദ്ദേഹം ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം അവിടെയൊക്കെ അയച്ചു കൊടുത്ത പ്രഭാഷണത്തെ അദ്ദേഹം വികസിപ്പിക്കുന്നു. അതാണെന്ത് അനൈലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന പുസ്തകമായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം സ്ഥാപിക്കുന്നത് എന്താണെന്നറിയോ, ജാതി എന്ന് പറയുന്നത് അതൊരു സോഷ്യൽ കസ്റ്റം അല്ല, അതൊരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിന് തിയോളജിക്കൽ ഫൗണ്ടേഷൻ ഉണ്ട്. അതുകൊണ്ട് ജാതി നിർമൂലനം എന്ന് പറയുന്നൊരു സംഗതിയാണ് നടക്കേണ്ടത് ഈ ഫൗണ്ടേഷൻസിനെയാണ് പൊളിക്കേണ്ടത് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്കത് സ്വീകരിക്കാൻ പറ്റാത്തത്. ഈ അംബേദ്കറും ഗാന്ധിജിയും തമ്മിലുള്ള ജാതിയോടുള്ള സമീപനത്തിലെ വ്യത്യാസം അവിടെയാണ് നിൽക്കുന്നത്. ജാതിയെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ച് അതിനെ റിഫോം ചെയ്യാം എന്നായിരുന്നു ഗാന്ധി വിചാരിച്ചിരുന്നത്. അംബേദ്കർ അത് സാധ്യമല്ല, അത് ജാതിയെ റീഇൻഫോഴ്സ് ചെയ്യുക മാത്രമേ ഉള്ളൂ എന്നുള്ളതായിരുന്നു അംബേദ്കറുടെ നിലപാട്. എന്ത് തന്നെയാണെങ്കിലും അംബേദ്കറും ഇവിടെ ഉണ്ടായിരുന്നു, ഗാന്ധിജി ഇവിടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും ഇതിനെതിരായ ജാതിക്കെതിരായ നിലപാട് സ്വീകരിച്ചവരാണ്. പക്ഷേ ജാതി ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് എന്തിനാണത് എന്നൊക്കെ ചോദിച്ചാൽ അതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അജിംസ് പറഞ്ഞില്ലേ, അവിടെ നേരത്തെ ബ്രാഹ്മിൻസിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് NSS അവർക്ക് സ്വന്തമായിട്ടൊരു ഭാഗം ആവശ്യപ്പെട്ടത്? അത് NSS ഒരു നമ്മൾ സാമാന്യമായിട്ട് സവർണ സംഘടന, സവർണ സമുദായം എന്ന് പറയുന്നതാണ്. പക്ഷെ അവരും വേറെ നിലക്കുള്ള വിവേചനം അനുഭവിക്കുന്നുണ്ട്. ഇനി അതിന് ഓരോ ജാതി വിഭാഗവും അതിന് മേലെയുള്ള ആളിൽ നിന്ന് ജാതി മർദ്ദനം ഏൽക്കുകയും അതിന് കീഴെയുള്ള ആളുകളെ ജാതീയമായി മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു ശ്രേണീകൃത മർദ്ദന വ്യവസ്ഥയാണ്. അത് എന്തിനാതെന്ന് ചോദിച്ചാൽ വളരെ വിചിത്രമാണല്ലോ. ഭയങ്കര തമാശയാണത്. നമ്മളെല്ലാവരും തിന്നുന്നത് ഒരേ വായക്കൂടെയാണ്, അതിൻ്റെ അവശിഷ്ടം പുറത്തേക്ക് വിടുന്നത് ഒരേ അവയവത്തിലൂടെയാണ്. എല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ പുറത്തേക്ക് പോകുന്നതും ഒന്നാണ്, അകത്തേക്ക് വന്ന ആളുകൾ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഒരേ രക്തമാണ്. ദിവ്യ പറഞ്ഞവർ മരിച്ചു കഴിഞ്ഞാൽ ഒരേ അവസ്ഥയാണ്. പക്ഷെ എന്നാലും മനുഷ്യരിത് വലിയ സംഭവമായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. പുരോഗമനവാദികളായിട്ടുള്ള ആളുകൾ വൈവാഹിക കോളത്തിൽ ജാതി പരിഗണിക്കുന്നില്ല എന്ന് എഴുതും. അവസാനം NB ഉണ്ടാവും, പട്ടികവർഗക്കാർ അപേക്ഷിക്കേണ്ടതില്ലെന്ന്. അച്ചടിച്ച് വന്നിട്ടുണ്ട് കേരളത്തിൽ പത്രങ്ങൾ, ഇപ്പോഴും വരുന്നുണ്ടാവും. ജാതി പരിഗണിക്കുന്നില്ല, അവസാനം ഉണ്ടാവും പട്ടികക്കാർ അപേക്ഷിക്കേണ്ടതില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു വിചിത്ര സമൂഹമാണ് നമ്മുടേത്. അടിസ്ഥാനപരമായി നമ്മളെല്ലാവരും സഹോദരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ഉദരത്തിൽ, ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും ഒരേ ഉദരത്തിൽ പിറന്ന ഒരേ വംശത്തിൽപ്പെട്ട ഒരു വർഗമാണ് എന്ന ഒരു വിചാരം ആന്തരികവൽക്കരിക്കാത്തിടത്തോളം, ഫ്രറ്റേണിറ്റി എന്ന് പറയും, സാഹോദര്യം, ആ ഒരാശയം ആന്തരികവൽക്കരിക്കാത്തിടത്തോളം കാലം ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത് ഉള്ളിൽ ഇതിനെ പിഴുതെടുത്ത് വലിച്ചെറിയുക എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് സാധ്യമാകുന്നില്ല ആളുകൾക്ക്. അതിൻ്റെ ഇതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഈ വാർത്തകൾ നമ്മളിങ്ങനെ റിപ്പോർട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. പക്ഷേ ഇതിലുള്ളൊരു രാഷ്ട്രീയ കൗതുകം എന്താണെന്ന് വെച്ചാൽ, ഈ വേടനെതിരെ RSSൻ്റെ സൈദ്ധാന്തിന് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഇയാൾ ജാതി ഭീകരത പ്രചരിപ്പിക്കുന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തിനാണ് വേടനെതിരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക? വേടൻ ജാതി ഭീകരത പ്രചരിപ്പിക്കുകയാണെന്നാണ് ഈ കേസരിയുടെ പത്രാധിപർ പറഞ്ഞത്.
എന്താ സംഭവം അറിയോ? വേടൻ സംസാരിക്കുന്നത് എന്തിനെതിരെയാണ്? ജാതിക്കെതിരെയാണ്, ജാതി വിവേചനങ്ങൾക്കെതിരെയാണ്. അങ്ങനെ സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് ഇയാൾ ജാതി ഭീകരത പ്രചരിപ്പിക്കുന്നു എന്ന് RSSൻ്റെ സൈദ്ധാന്തികൻ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജാതി വിവേചനത്തിനെതിരായിട്ടുള്ള സമരം, ജാതി വിവേചനത്തിനായുള്ള പാട്ടുകളും വരികളും എന്താണ്, അത് ഭീകരതയാണെന്നുള്ളതാണ്. അത് പ്രസംഗിച്ച് ഒരാഴ്ച കഴിയും മുമ്പാണ് ഇതേ BJP ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇങ്ങനൊരു വാർത്ത കേൾക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അതിന് ഏറ്റവും വലിയ, അവരുടെ ഈ പറയുന്ന ഹിന്ദുത്വ പ്രോജക്റ്റിന് ഏറ്റവും വലിയ ഭീഷണി ഇത് തന്നെയാണ്. എങ്ങനെയാണ് അവർ ജാതി എന്ന് പറയുന്ന പ്രശ്നത്തെ മറികടക്കുന്നത്, അവരെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ആ ഒരു ക്വസ്റ്റ്യൻ എല്ലാ കാലവും BJP അഭിമുഖീകരിക്കേണ്ടി വരും. അതിൻ്റെ ഒരു അടയാളം മാത്രമാണ് പാലക്കാട്ട് കാണുന്നത്.